കഥ ആരംഭിക്കുന്നത് 1970-ലാണ്. ഹെൻറി എന്ന ചെറിയ പയ്യൻ തന്റെ അമ്മ അനറ്റിനൊപ്പം കാറിൽ പാട്ടുപാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് നിയന്ത്രണം വിട്ട ഒരു ട്രക്ക് അവർക്കെതിരെ പാഞ്ഞെടുത്തത്. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുവാൻ അനറ്റ് ശ്രമിച്ചെങ്കിലും മഞ്ഞ് വീണ് തെന്നിക്കിടന്ന റോഡിൽ കാറ് പാളുകയാണ്. പാളിച്ചെന്ന് കാറ് ട്രക്കിനിട്ടിടിച്ചു. കറങ്ങിത്തിരിഞ്ഞ് വലിയ അപകടം സംഭവിക്കാൻ പോകുന്നതിന്റെ തൊട്ടുമുമ്പ് കാറിനുള്ളിലുണ്ടായിരുന്ന ഹെൻറി അപ്രത്യക്ഷമായി മായാൻ തുടങ്ങിയിരുന്നു. ആ കാഴ്ച കണ്ട് അവന്റെ അമ്മയും ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. അപ്പോഴേക്കും ഒരു വാഹനം കാറിലേക്ക് ഇടിച്ചു കയറാൻ പോവുകയായിരുന്നു. കാറിൽ നിന്ന് അപ്രത്യക്ഷനായ ഹെൻറി നേരെ പ്രത്യക്ഷപ്പെട്ടത് തന്റെ വീട്ടിലായിരുന്നു. അതും ആ അപകടം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പിലത്തെ ദിവസത്തേക്ക്. അച്ഛനും അമ്മയ്ക്കും ഒപ്പമിരുന്ന് ബുക്ക് വായിക്കുന്ന ഹെൻറിയെ ടൈം ട്രാവൽ ചെയ്തെത്തിയ ഹെൻറി നോക്കിക്കണ്ടു. ആകെ കൺഫ്യൂസ്ഡായി എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ നിന്ന ഹെൻറി ഉടനടി വീണ്ടും പഴയ സമയത്തേക്ക് തിരികെ എത്തുകയാണ്. അപ്പോഴേക്കും അപകടം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. പുറമേ നിന്നും ട്രക്ക് വന്നിടിച്ച് തന്റെ അമ്മയുടെ കാർ സ്ഫോടനത്തിനിരയാകുന്നത് അവൻ നോക്കിക്കണ്ടു. കുട്ടിയായ ഹെൻറി ഏറെ പാനിക്കായി കാറിനടുത്തേക്ക് ഓടിച്ചെല്ലാൻ തുനിഞ്ഞതും പെട്ടെന്നൊരാൾ വന്ന് ഹെൻറിയെ പിടിച്ചു നിർത്തി. നിനക്കിതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും സമാധാനപ്പെടൂ എന്നും ഹെൻറിയോട് അയാൾ പറഞ്ഞു. പിന്നാലെയാണ് അയാൾ ഒരു കാര്യം വ്യക്തമാക്കിയത്. അയാളുടെ പേരും ഹെൻറി എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ കുട്ടിയായ ഹെൻറി തന്നെയാണത്. വളർന്നു വലുതായി ഫ്യൂച്ചറിൽ എത്തിയപ്പോൾ അവിടെ നിന്നും ടൈം ട്രാവൽ ചെയ്തെത്തിയതായിരുന്നു ആ ഹെൻറി. ക്രാഷിന് മുമ്പ് കുട്ടിയായ ഹെൻറിക്ക് സംഭവിച്ചത് അവന്റെ ആദ്യത്തെ ടൈം ട്രാവൽ ആണെന്നും ഭയപ്പെടേണ്ടെന്നും വൈകാതെ നിനക്ക് നിന്റെ ടൈം ട്രാവൽ ചെയ്യാനുള്ള കഴിവിനെപ്പറ്റി മനസ്സിലാവുമെന്നും ഭാവിയിൽ നിന്നെത്തിയ ഹെൻറി കുട്ടിയായ ഹെൻറിയോട് പറഞ്ഞു. പിന്നാലെ ആ ഹെൻറി അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ടൈം ട്രാവൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് സംഭവിക്കുമായിരുന്നു. ഹെൻറിയുടെ ശരീരം മാത്രമേ ടൈം ട്രാവൽ ചെയ്യുകയുള്ളൂ. വസ്ത്രങ്ങളും മറ്റും അവിടെ തന്നെ അഴിഞ്ഞു വീഴും. ഭാവിയിലെ ഹെൻറി ടൈം ട്രാവൽ ചെയ്തു പോയതും കുട്ടിയായ ഹെൻറി വല്ലാതെ പാനിക്കാകുന്നുണ്ടായിരുന്നു. ഭാവിയിൽ നിന്നും വന്ന ഹെൻറി ടൈം ട്രാവൽ ചെയ്തെത്തിയത് ഒരു ലൈബ്രറിയിലേക്കായിരുന്നു. അവിടെ നിന്നും കുറച്ച് വസ്ത്രങ്ങൾ അവൻ കണ്ടെത്തി ധരിച്ചു. അടുത്ത ദിവസം ഹെൻറി ലൈബ്രറിയിൽ തന്റെ ജോലിയിലായിരിക്കെ ക്ലെയർ എന്നൊരു പെൺകുട്ടി ഹെൻറിയെ കാണുവാൻ വന്നു. ഒരു ബുക്ക് അന്വേഷിച്ചെത്തിയതായിരുന്നു അവൾ. പക്ഷേ ഹെൻറിയെ കണ്ടതും അവളൊന്ന് ഷോക്കായി നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഹെൻറിയെ മുമ്പേ പരിചയമുള്ള പോലെ ഹെൻറി എന്ന പേരൊക്കെ വിളിച്ച് അവൾ സംസാരിക്കാൻ ആരംഭിച്ചു. ഹെൻറിയാണെങ്കിൽ ക്ലെയറിനെ ആദ്യമായിട്ടാണ് അപ്പോൾ കാണുന്നത്. അതിന്റെ ഒരു ഞെട്ടൽ ഹെൻറിക്കുണ്ടായിരുന്നു. ക്ലെയർ പറഞ്ഞു, മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എവിടെ വെച്ച് എപ്പോൾ കാണുമെന്ന് ഹെൻറി തന്നെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഹെൻറിക്കാകെ കൺഫ്യൂഷൻ തോന്നി. ക്ലെയർ ആണെങ്കിൽ ഹെൻറിയെ കണ്ടതിൽ വല്ലാതെ സന്തോഷിക്കുന്നുമുണ്ടായിരുന്നു. ഉടൻ ക്ലെയർ പറഞ്ഞു, ഹെൻറിക്ക് അറിയേണ്ടതൊക്കെയും താൻ അവനോട് പറയാം. പക്ഷേ എന്റെ കൂടെ ഡിന്നറിന് വരാൻ സമ്മതിക്കണം. ആദ്യം ഹെൻറി വിസമ്മതിച്ചെങ്കിലും ഹെൻറിക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ സമ്മതിക്കുകയാണ്. പക്ഷേ അന്ന് ഡിന്നർ ഡേറ്റിന് പോവാനിരിക്കെ ഹെൻറി പെട്ടെന്ന് ടൈം ട്രാവൽ ചെയ്ത് മറ്റൊരിടത്തെത്തി. വസ്ത്രമില്ലാതിരുന്ന ഹെൻറി വസ്ത്രമെടുക്കുവാൻ ഒരു സ്റ്റോർ കുത്തി തുറന്നു. പിന്നാലെ പോലീസിന്റെ മുമ്പിൽപ്പെട്ട ഹെൻറി സ്റ്റോർ കുത്തി തുറന്നു എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ കാറിൽ കയറ്റി പോലീസുകാർ കൊണ്ടുപോകുന്നതിന് മുമ്പേ തന്നെ ഹെൻറി വീണ്ടും അപ്രത്യക്ഷമായി ടൈം ട്രാവൽ ചെയ്യുകയും തിരികെ തന്റെ ഇടത്തേക്ക് വന്ന് ക്ലെയറിനെ കാണാൻ പോവുകയും ചെയ്തു. അന്ന് ക്ലെയറുമായി ഹെൻറി സംസാരിക്കുന്നുണ്ട്. ക്ലെയർ പറഞ്ഞു, താൻ വളരെ കുട്ടിയായിരിക്കുമ്പോഴാണ് ഹെൻറി ആദ്യമായി തന്നെ കാണാൻ വരുന്നത്. പാരന്റ്സിന്റെ വീടിന് പുറകിലെ മൈതാനത്ത് താനിരുന്ന് കളിക്കുകയായിരുന്നു. പിന്നീടും പലവട്ടം ഹെൻറി തന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഓരോ തവണയും ഹെൻറി വരുമ്പോ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ താൻ തന്റെ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചിട്ടുമുണ്ട്. ഹെൻറി അവിടെ ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. ഉടൻ ക്ലെയർ പറഞ്ഞു, ഹെൻറി നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല. ഹെൻറി കൺഫ്യൂസ്ഡായി. ക്ലെയർ തുടർന്നു പറഞ്ഞു, ഭാവിയിൽ നിങ്ങളെ നോക്കുന്ന ഹെൻറിക്കെന്നൊരു ഡോക്ടറുണ്ട്. നിങ്ങളുടെ ഈ അപ്രത്യക്ഷമാകുന്ന ടൈം ട്രാവൽ ചെയ്യുന്ന സംഗതി കൺട്രോൾഡ് ആക്കുവാൻ നിങ്ങളോട് മദ്യപിക്കരുത് എന്നയാൾ നിർദ്ദേശിക്കുന്നുമുണ്ട്. ഇതെന്തൊക്കെയാ നടക്കുന്നത്? തന്റെ കാര്യം ഇവൾക്കെങ്ങനെ അറിയാം എന്നൊക്കെ ഹെൻറി എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. പിന്നാലെ ക്ലെയർ ഹെൻറിയുടെ മുഖത്ത് തൊട്ടു. വർഷങ്ങളായി താൻ അവനെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഹെൻറിക്കൊപ്പം ക്ലെയർ ഹെൻറിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ എത്തി ഹെൻറിയെ നോക്കി നിൽക്കുമ്പോ ആദ്യമായി ഹെൻറി തന്നെ കാണാമെന്ന കാര്യം ക്ലെയർ ഓർത്തു. ഒരു ദിവസം വീടിന് പിന്നിലെ മൈതാനത്ത് ക്ലെയർ ഇരുന്ന് കളിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പിന്നിലെ കുറ്റിക്കാടിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ക്ലെയർ അങ്ങോട്ടേക്ക് ചെന്നപ്പോ അങ്ങോട്ടേക്ക് വരരുതെന്നും താൻ വസ്ത്രം ധരിക്കാതെ നിൽക്കുകയാണെന്നും താനൊരു ടൈം ട്രാവലാണ്, പുറത്തു വരണമെങ്കിൽ എന്തെങ്കിലും വസ്ത്രം വേണം എന്നും ഹെൻറി പറയുകയായിരുന്നു. അവൾ കളിക്കാനായി വിരിച്ചിരുന്ന വിരിയെടുത്ത് അവൾ ഹെൻറിക്ക് കൊടുത്തു. അതും ധരിച്ച് ഹെൻറി പുറത്തേക്ക് വന്നു. പുറത്തെത്തിയതും എന്തിനാ എന്റെ ബ്ലാങ്കറ്റ് നിങ്ങൾക്ക് എന്ന തരത്തിൽ അവൾ ചോദിച്ചു. ഹെൻറി പറഞ്ഞു, ഞാനൊരു ടൈം ട്രാവലർ ആണ്, ഫ്യൂച്ചറിൽ നിന്നും വരുന്നതുമാണ്. അതുകൊണ്ട് എന്റെ ദേഹത്ത് വസ്ത്രങ്ങളില്ല. നാണം മറയ്ക്കാനാണ് ഞാൻ നിന്റെ അടുത്ത് നീ ബ്ലാങ്കറ്റ് വാങ്ങിയത്. ക്ലെയറിന് സംശയം തോന്നി. ഹെൻറി പറഞ്ഞത് അവൾ വിശ്വസിച്ചതുമില്ല. ഉടനടി ഹെൻറിയാകട്ടെ ക്ലെയറിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ അവളോട് തന്നെ പറയുകയാണ്.
കുറച്ചു നേരവും കൂടി ഇവിടെ നിന്ന് ഞാൻ അപ്രത്യക്ഷമാകുന്നത് ക്ലെയറിന് കാണാൻ പറ്റും എന്നും ഹെൻറി പറയുന്നുമുണ്ട്. പിന്നാലെ ഞാൻ ഇനി ഇടയ്ക്കിങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. കഴിയുമെങ്കിൽ ഞാൻ വരുമ്പോ എനിക്ക് ധരിക്കുവാൻ നിന്റെ അച്ഛന്റെ വസ്ത്രങ്ങൾ വല്ലതും ഈ കാടിന്റെ പ്രദേശത്ത് കൊണ്ടുവെക്കാമോ എന്നും ഹെൻറി അവളോട് ചോദിച്ചു. പിന്നാലെ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഹെൻറി അപ്രത്യക്ഷമായി. ക്ലെയർ അതിശയത്തോടെ അത് സത്യമാണല്ലോ എന്ന് നോക്കിക്കണ്ടിരുന്നു. അടുത്ത ദിവസം പാർക്കിൽ വെച്ച് ഹെൻറിയും ക്ലെയറും വീണ്ടും കണ്ടുമുട്ടി. ക്ലെയർ എന്ന് ഹെൻറിയോട് നിങ്ങളിങ്ങനെ അപ്രത്യക്ഷമാവുമല്ലോ, അപ്പൊ എന്താ ഫീല് ചെയ്യുന്നേ എന്ന തരത്തിൽ ചോദിച്ചു. ഹെൻറി പറഞ്ഞു തനിക്കതൊന്നും അറിയില്ല. ഓരോ തവണയും ഞാൻ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഈ ടൈം ട്രാവൽ ചെയ്യുന്നത്. പെട്ടെന്ന് അപ്രത്യക്ഷമാകും, ഭാവിയിലേക്കോ പാസ്റ്റിലേക്കോ പോവും, പിന്നീട് പ്രസന്റിലേക്ക് തിരിച്ചെത്താൻ സമയമെടുക്കും. തന്റെ ഈ ടൈം ട്രാവൽ എബിലിറ്റി വലിയ ബുദ്ധിമുട്ടാണ്, മോശം സംഗതിയാണ് എന്ന തരത്തിലായിരുന്നു ഹെൻറി സംസാരിച്ചത്. പക്ഷേ ക്ലെയർ അവനെ തിരുത്തി. ആലോചിച്ചു നോക്ക്, ഹെൻറിക്ക് പാസ്റ്റിൽ പോയി മരണപ്പെട്ടുപോയ അമ്മയൊക്കെ പിന്നെ നേരിൽ കാണാൻ പറ്റുന്നില്ലേ? അതൊരു നല്ല കാര്യമല്ലേ? പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. എനിക്കൊന്നും തന്നെ മാറ്റം വരുത്താൻ സാധിക്കില്ല. എന്റെ അമ്മയുടെ അപകടം നടക്കുന്നത് തടയുവാൻ ഞാൻ ഒരുപാട് വട്ടം ശ്രമിച്ചതാ, പക്ഷേ പരാജയപ്പെട്ടുപോയി. പിന്നീട് ക്ലെയർ ഹെൻറിയെയും കൂട്ടി തന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ പോയി. ഷെറീസ് എന്നായിരുന്നു ക്ലെയറിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. ഷെറീസിന്റെ ബോയ് ഫ്രണ്ട് ഗോമസും അവിടെ ഉണ്ടായിരുന്നു. അവർ പരസ്പരം പരിചയപ്പെട്ടു. പിന്നീട് കിച്ചണിലായിരിക്കെ ക്ലെയറും തന്റെ ഗേൾഫ്രണ്ടും മാത്രമുള്ളപ്പോ ഗോമസ് അവരോട് സംസാരിച്ചു. ഹെൻറി അവനെ പറ്റിയൊന്നും അധികം സംസാരിക്കുന്നില്ല. മൊത്തത്തിൽ ആളൊരു ബോറിംഗ് കൈയാണെന്ന് തോന്നുന്നു. ഇതേ സമയം അപ്പാർട്ട്മെന്റിൽ ചുറ്റി നടക്കുകയായിരുന്ന ഹെൻറി ക്ലെയറിന്റെ മുറിയിലെത്തി. അവിടെ നിന്നും അവൾ പറഞ്ഞിരുന്ന അവളുടെ ഡയറി കണ്ടെത്തി. അത് തുറന്ന് വായിക്കാനും ആരംഭിച്ചു. പക്ഷേ അങ്ങോട്ടേക്ക് വന്ന് ക്ലെയർ അത് കാണുകയും അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ഹെൻറി അവളോട് ക്ഷമ ചോദിച്ചു. ഞാനിനി യാത്ര ചെയ്ത് പാസ്റ്റിലേക്ക് പോകുമ്പോ കുട്ടിക്കാലത്തെ ക്ലെയറിനെ കാണുമല്ലോ, അപ്പോ എന്തൊക്കെ സംസാരിക്കണം എന്നറിയാൻ ആ ഡയറി നോക്കിയത് എന്നവൻ വ്യക്തമാക്കി. അന്ന് രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോ ഹെൻറിക്ക് ടൈം ട്രാവൽ സംഭവിച്ചിരുന്നു. തിരികെ എത്തിയ ഹെൻറിക്ക് കിട്ടിയത് ധരിക്കാൻ സ്ത്രീവേഷമായിരുന്നു. അന്ന് തെരുവിൽ വെച്ച് സ്ത്രീവേഷം ധരിച്ച ഹെൻറിയും മറ്റൊരാളും തമ്മിൽ ഫൈറ്റുണ്ടായി. ആ വഴി വന്ന ഗോമസ് ഹെൻറിയെ കണ്ടിരുന്നു. ഹെൻറി അത്തരത്തിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നതൊക്കെ കണ്ട് ഗോമസ് ഞെട്ടുന്നുമുണ്ട്. മറ്റൊരു നല്ല വസ്ത്രം കിട്ടാൻ ഹെൻറി മുമ്പോട്ട് പോകുമ്പോ ഗോമസ് അവന്റെ പിന്നാലെ ചെന്നു. ഒരു കടകുത്തി തുറന്ന് വസ്ത്രമെടുക്കുന്ന ഹെൻറിയെയും മറ്റും ഗോമസ് ഞെട്ടലോടെയായിരുന്നു നോക്കിക്കണ്ടത്. നീയാള് ശരിയല്ലെന്നും ക്ലെയറിൽ നിന്നും മാറി നിൽക്കണം എന്നുമൊക്കെ ഗോമസ് പറയാൻ തുടങ്ങിയതും താനൊരു ടൈം ട്രാവലറാണ് എന്ന സത്യം ഹെൻറി ഗോമസിനോട് പറഞ്ഞു. ഗോമസ് ചോദിച്ചത് താൻ തന്റെ ഗേൾഫ്രണ്ടിനെ ഭാവിയിൽ വിവാഹം കഴിക്കുമോ എന്ന തരത്തിലായിരുന്നു. അതൊന്നും തനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല എന്ന് ഹെൻറി വ്യക്തമാക്കി. അതോടെ നീ നുണ പറയുകയാണ് എന്നൊക്കെ ഗോമസ് പറഞ്ഞെങ്കിലും ഗോമസിന്റെ മുമ്പിൽ വെച്ച് തന്നെ വീണ്ടും ഹെൻറി അപ്രത്യക്ഷമായി. ആ കാഴ്ച കണ്ടതും ഗോമസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. പിന്നാലെ ഗോമസ് നേരെ ക്ലെയറിനെ നേരിൽ പോയി കണ്ട് ഹെൻറിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവനിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നല്ലത് എന്നും വ്യക്തമാക്കി. പക്ഷേ തനിക്കിതൊക്കെ നേരത്തെ അറിയാമെന്നും കുഴപ്പമില്ലെന്നുമായിരുന്നു ക്ലെയറിന്റെ മറുപടി. മറുവശത്ത് ടൈം ട്രാവൽ ചെയ്ത ഹെൻറിയാകട്ടെ ഒരുപാട് പാസ്റ്റിലേക്കായിരുന്നു എത്തിപ്പെട്ടത്. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന തന്റെ അമ്മ അനറ്റിന്റെ അടുത്തേക്ക് മുതിർന്നു കഴിഞ്ഞ് ടൈം ട്രാവൽ ചെയ്ത ഹെൻറി വന്നെത്തി. തന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് തന്റെ മകനാണെന്ന് പോലും അനറ്റിന് അറിയില്ലല്ലോ. ഹെൻറിയും അത് പറഞ്ഞതുമില്ല. വളരെ സാധാരണമായ രീതിയിൽ അനറ്റിനോട് ഹെൻറി സംസാരിച്ചു. തനിക്കിഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ താൻ കണ്ടെത്തിയെന്നും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഹെൻറി പറഞ്ഞു. ഏതോ ഒരു സാധാരണക്കാരൻ എന്ന് ചിന്തിച്ച് ഹെൻറിയുടെ ആ സന്തോഷത്തിൽ അനറ്റും പങ്കുചേർന്നു. ആ പെൺകുട്ടിയെ നന്നായി നോക്കണം എന്നും അനറ്റ് പറയുന്നുണ്ട്. ടൈം ട്രാവൽ ചെയ്ത് തിരികെ പ്രസന്റിലേക്ക് എത്തിയ ഹെൻറി തന്റെ അച്ഛനെ ചെന്നു കണ്ടു. ക്ലെയർ എന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ട കാര്യവും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യവും അവൻ അച്ഛനോട് പറഞ്ഞു. പക്ഷേ ഹെൻറി പറയുന്നത് വിശ്വസിക്കാൻ അച്ഛൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത്തരത്തിൽ ഒരു ടൈം ട്രാവൽ കണ്ടീഷനുള്ള തന്റെ മകനെ ആരെങ്കിലും വിവാഹം കഴിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നതേയില്ല. പക്ഷേ ക്ലെയറിന് തന്നെപ്പറ്റി എല്ലാം അറിയാം എന്നായിരുന്നു ഹെൻറി അച്ഛനോട് പറഞ്ഞത്. പിന്നാലെ തന്റെ വിവാഹമോതിരം എടുക്കുവാൻ അച്ഛൻ അകത്തേക്ക് പോയി. അത് കൊണ്ടുവന്ന് ഹെൻറിക്ക് സമ്മാനിച്ചു. അടുത്ത ദിവസം തന്നെ ഹെൻറി ക്ലെയറിനെ പ്രപ്പോസ് ചെയ്തു. വളരെ സന്തോഷത്തോടെ ക്ലെയർ അത് സ്വീകരിക്കുകയാണ്. വർഷങ്ങളായി താൻ കാത്തിരുന്നത് ഇതിനായിരുന്നു എന്നും ക്ലെയർ പറയുന്നുമുണ്ട്. വൈകാതെ വിവാഹത്തിനായുള്ള പ്രിപ്പറേഷൻസ് അവർ തുടങ്ങാൻ ആരംഭിച്ചു. വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ക്ലെയറിന്റെ കുടുംബത്തെ ഹെൻറി പരിചയപ്പെടുന്നത്. പിന്നാലെ ക്ലെയറിന്റെ അച്ഛൻ
ഫിലിപ്പിനെയും ഹെൻറി പരിചയപ്പെട്ടു. ഫിലിപ്പിനെ കാണുമ്പോൾ വേട്ടയ്ക്ക് പോകുവാൻ വേണ്ടി ഷൂട്ടിംഗ് പ്രാക്ടീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. കുറച്ചു കഴിഞ്ഞതും വിവാഹകാര്യങ്ങൾ സംസാരിക്കാൻ ഹെൻറി ഫിലിപ്പിനൊപ്പം ഇരുന്നു. വിവാഹത്തിന് പൂർണ്ണമായി ഹെൻറി തയ്യാറാണോ എന്ന് ഫിലിപ്പ് ചോദിച്ചു. അതെന്നായിരുന്നു ഹെൻറിയുടെ മറുപടി. കൂട്ടത്തിൽ ഹെൻറിക്ക് വേട്ടയ്ക്ക് പോവാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ഫിലിപ്പ് അന്വേഷിക്കുന്നുണ്ട്. മുമ്പതിനൊന്നും പോയിട്ടില്ലെന്ന് ഹെൻറി മറുപടി പറയുമ്പോ അത് കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ചോളാം എന്നായിരുന്നു ഫിലിപ്പിന്റെ മറുപടി. അങ്ങനെ വിവാഹ ചടങ്ങുകളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒക്കെ ഓക്കെയുമായിരുന്നു. പക്ഷേ വിവാഹത്തിന്റെ അന്നാണ് ഹെൻറി പെട്ടെന്ന് ടൈം ട്രാവൽ ചെയ്യപ്പെട്ട് അപ്രത്യക്ഷമായി. ഹെൻറിയെ നോക്കാൻ വന്ന ഗോമസും അത് കണ്ട് ഞെട്ടിപ്പോയിരുന്നു. ഇതിപ്പോ വലിയൊരു പ്രോബ്ലം ആകുമല്ലോ എന്ന് ഗോമസ് അങ്ങനെ വറീഡായിക്കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് ഹെൻറി കയറി വന്നു. പക്ഷേ വയസ്സായ മധ്യവയസ്കനായ രൂപത്തിലായിരുന്നു അത്. താൻ ഫ്യൂച്ചറിൽ നിന്നും വന്ന ഹെൻറിയാണെന്നും ഇന്ന് വിവാഹത്തിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും അതുകൊണ്ട് നല്ല രീതിയിൽ വിവാഹം നടക്കുവാനാ ഫ്യൂച്ചറിൽ നിന്ന് താൻ വന്നത് എന്നും ആ ഹെൻറി പറഞ്ഞു. അല്പം പ്രായമേറിയ ആ ഹെൻറിയുമായി ക്ലെയറിന്റെ വിവാഹം നടക്കുന്നത് ഏവരും അല്പം അതിശയത്തോടെയാണ് കണ്ടതെങ്കിലും കാര്യമറിയാവുന്ന ക്ലെയറിന് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷേ അന്നത്തെ ആദ്യ രാത്രിയിൽ ഫ്യൂച്ചറിൽ നിന്നുവന്ന ആ ഹെൻറിയും പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി. അവൾ ആ സമയം പണ്ട് നടന്ന ഒരു കാര്യം ഓർത്തു. ടൈം ട്രാവൽ ചെയ്ത് ഹെൻറി രണ്ടാമത് ക്ലെയറിനെ കാണാൻ വന്ന സമയം അച്ഛന്റെ വസ്ത്രമെടുത്ത് ഹെൻറി വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ക്ലെയർ വെച്ചിരുന്നല്ലോ, അത് ധരിച്ചായിരുന്നു ഹെൻറി പുറത്തേക്ക് വന്നത്. പുറത്തുണ്ടായിരുന്ന ക്ലെയറിനടുക്കൽ വന്ന് ഹെൻറി സംസാരിച്ചു. ആ സമയം അവൾ ഹെൻറിക്ക് ഭക്ഷണം കൊടുത്തു. തന്റെ അച്ഛനായി എടുത്തു വെച്ചതാണെന്നും പക്ഷേ അച്ഛൻ തന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്നും എന്നൊക്കെ അവൾ പറയുന്നുമുണ്ടായിരുന്നു. തന്റെ പാരന്റ്സ് ഡിവോഴ്സ് ആവുമായിരിക്കും എന്നും അവൾ അല്പം സംശയത്തോടെ പറയുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചർ അറിയാവുന്ന ഹെൻറി അവളോട് പറഞ്ഞു, ഇല്ല, അവർ ഡിവോഴ്സ് ആവുമൊന്നുമില്ല. ക്ലെയർ ആ സമയം ഹെൻറിയോട് ഹെൻറി മാരീഡ് ആണോ എന്ന് തിരക്കി. അതെ എന്നായിരുന്നു ഹെൻറിയുടെ മറുപടി. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ക്ലെയർ ചോദിച്ചപ്പോ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ മറുപടി പറഞ്ഞു. പക്ഷേ അത് കേട്ട് ക്ലെയറിന് ഹെൻറിയോട് ചെറിയ അസൂയ തോന്നുന്നുണ്ടായിരുന്നു. പാസ്റ്റിലേക്ക് പോയ ഹെൻറി പ്രസന്റിലേക്ക് തിരികെ എത്തിയിരുന്നു. ഹെൻറി വന്ന് ക്ലെയറുമായി സംസാരിച്ചു. താൻ പോയത് പാസ്റ്റിലേക്കായിരുന്നെന്നും കുട്ടിയായ ക്ലെയറിനെ വീണ്ടും കണ്ടുവെന്നും തന്റെ ഭാര്യയെപ്പറ്റി അവൾ അന്വേഷിച്ചുവെന്നും അത് പറഞ്ഞപ്പോ അവൾ അസൂയപ്പെടുന്നുണ്ടായിരുന്നു എന്നും ചിരിയോടെ ഹെൻറി ക്ലെയറിനടുക്കൽ പറഞ്ഞു. ക്ലെയർ ആ സമയം ഹെൻറിയോട് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, അന്ന് ഞാൻ എങ്ങനെയാ ആശ്വസിച്ചിരുന്നേന്നറിയോ, നിങ്ങളുടെ ഭാര്യ കാണാൻ ഭയങ്കര വിരൂപയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട അവർ ഒന്നിച്ചുള്ള ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെയായി ഹെൻറി ടൈം ട്രാവൽ ചെയ്യപ്പെടുമായിരുന്നു. പലപ്പോഴും ക്ലെയർ അങ്ങനെ ഒറ്റയ്ക്കാവുകയും ചെയ്യും. ക്ലെയറിനതൊക്കെ ശീലമായി തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരിക്കൽ ഹെൻറി ടൈം ട്രാവൽ ചെയ്തു പോയി 2 ആഴ്ചത്തേക്ക് കണ്ടില്ല. ക്ലെയർ ആകെ അസ്വസ്ഥയായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഹെൻറി തിരികെ വന്നപ്പോൾ തന്റെ അസ്വസ്ഥത ക്ലെയർ പ്രകടിപ്പിച്ചു. മാത്രമല്ല വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള ഇടം അവരുടെ ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നില്ല. ക്ലെയർ ആണെങ്കിൽ ജോലിക്ക് പോവാൻ ഇറങ്ങുമ്പോഴാണ് ഹെൻറി തിരികെ എത്തുന്നത്. അതും പറഞ്ഞ് ജോലിക്ക് പോകണം എന്നാവശ്യപ്പെട്ട് അവൾ വേഗത്തിൽ അവിടെ നിന്ന് പോയി. അന്ന് ക്ലെയർ ജോലി തീർത്ത് വരുന്നവരെ ക്ലെയറിന്റെ ഓഫീസിന് മുമ്പിൽ ഹെൻറി വെയിറ്റ് ചെയ്തിരുന്നു. ഹെൻറിയെ കണ്ടതും ക്ലെയർ അവന്റെ അടുത്ത് ചെന്നിരുന്നു. നിന്നെയും കൂട്ടി ഒരിടത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞ ഹെൻറി ക്ലെയറിനെയും കൂട്ടി പോയത് ഒരു ലോട്ടറി ഷോപ്പിലേക്കായിരുന്നു. അന്ന് ഒരു ലോട്ടറിയുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ടിക്കറ്റ് എടുത്ത് ഹെൻറി ക്ലെയറിന് കൊടുത്തു. അന്നത്തെ ലോട്ടറി വിൻ ചെയ്യുന്ന ടിക്കറ്റ് ആയിരുന്നു അത്. $5 മില്യൺ ആയിരുന്നു അവർക്ക് സമ്മാനമായി ലഭിച്ചത്. ക്ലെയർ ഞെട്ടലോടെയായിരുന്നു അത് നോക്കിക്കണ്ടത്. ഭാവിയിൽ പോയിരുന്ന ഹെൻറി കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് തേടി കണ്ടുപിടിച്ച് ആ ടിക്കറ്റ് എടുത്തതായിരുന്നു. പക്ഷേ ഇത് ചീറ്റിംഗ് അല്ലേ എന്ന തരത്തിൽ ക്ലെയർ ഹെൻറിയോട് ചോദിച്ചു. അങ്ങനാണേൽ നമുക്ക് ആ ടിക്കറ്റ് കീറിക്കളഞ്ഞേക്കാം എന്ന് ഹെൻറി പറഞ്ഞപ്പോ പക്ഷെ അത് വേണ്ടെന്നും നമുക്കിപ്പോ ഇത് ആവശ്യമുണ്ട് എന്നുമായിരുന്നു ക്ലെയർ പറഞ്ഞത്. പിന്നാലെ അവർ എല്ലാ സൗകര്യങ്ങളുമുള്ള പുതിയൊരു വീട് വാങ്ങാനുള്ള ശ്രമം ആരംഭിച്ചു. വീട്ടിൽ നിന്ന് തന്നെ ക്ലെയറിന് ജോലിയും നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീടായിരുന്നു അവർ നോക്കിക്കൊണ്ടിരുന്നത്. പല വീടുകളിലും പോയി. എല്ലാ സൗകര്യങ്ങളുമുള്ള വീടുകളുണ്ടെങ്കിലും വീടുകളൊക്കെ കാണുന്ന ഹെൻറി പറഞ്ഞു, നമ്മൾ ഭാവിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന വീട് ഇതല്ല. അങ്ങനെ അന്വേഷിച്ച് ഒടുവിൽ ഭാവിയിൽ അവർ ഒന്നിച്ച് ജീവിക്കുന്നതായി ഹെൻറി കണ്ട വീട്ടിലേക്ക് തന്നെ അവർ എത്തിച്ചേരുകയാണ്. അവരങ്ങനെ ആ വീട് വാങ്ങി അവിടെ താമസം തുടങ്ങി. ക്ലെയറിന്റെ കൂട്ടുകാരി ഷെറീസും ഭർത്താവ് ഗോമസും അവരെ വിസിറ്റ് ചെയ്യാനും ഇടയ്ക്ക് വരുമായിരുന്നു. അങ്ങനൊരിക്കൽ അവർ കിച്ചണിൽ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ലിവിംഗ് റൂമിൽ വലിയൊരു ശബ്ദം
ശബ്ദം കേട്ടു. അതെന്താണെന്ന് അവർ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഫ്യൂച്ചർ ഹെൻറി വെടിയേറ്റ് അവിടെ വന്ന് വീണുകിടക്കുന്നതായിരുന്നു. അവർ ഫ്യൂച്ചർ ഹെൻറിയുടെ ശരീരത്തിലേക്ക് നോക്കി നിൽക്കെ പെട്ടെന്ന് ആ ബോഡി അപ്രത്യക്ഷമായി പോയി. ആ കാഴ്ച കണ്ട് ഹെൻറി ഞെട്ടിയിരുന്നു. ക്ലെയർ പിന്നാലെ ഹെൻറിക്കടുത്ത് ചെന്ന് അത്തരത്തിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. എപ്പോഴാണ് ഹെൻറി മരിക്കുന്നത് എന്ന് ഹെൻറിക്ക് അറിയാമോ എന്നും ക്ലെയർ തിരക്കി. തനിക്കറിയില്ലെന്ന് ഹെൻറി പറഞ്ഞു. ക്ലെയർ വല്ലാതെ അസ്വസ്ഥയാവാൻ തുടങ്ങി. ഒരുപാട് പ്രായം ചെന്ന് ഇതുവരേക്കും ടൈം ട്രാവൽ ചെയ്തെത്തിയ ഹെൻറിയെ താൻ കണ്ടിട്ടില്ലെന്നും അതുകൊണ്ട് ഈ സൂചനകളിലൊക്കെ വല്ലാതെ ഭയം തോന്നുന്നു എന്നും ക്ലെയർ പറഞ്ഞു. ഇപ്പോൾ കണ്ട കാഴ്ച സത്യമാണെങ്കിൽ ഒരുപാട് പ്രായമെത്തുന്നതിന് മുമ്പേ ഹെൻറി മരണപ്പെടും. അങ്ങനാണെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഒരു ഡോക്ടറെ കണ്ട് ഈ ടൈം ട്രാവൽ ചെയ്യുന്നത് പരിശോധിച്ച് നിർത്തുവാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചു നോക്കണം. ക്ലെയറിന്റെ നിർദ്ദേശം ഹെൻറിയും അംഗീകരിച്ചു. കൂട്ടത്തിൽ താൻ ഗർഭിണിയാണ് എന്നുകൂടി ക്ലെയർ പറഞ്ഞിരുന്നു. അത് കേട്ടതും ഹെൻറി വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെയൊടുവിൽ ക്ലെയർ പറഞ്ഞറിയാവുന്ന കെൻഡ്രിക് എന്ന ഡോക്ടറുടെ അടുത്തേക്ക് ഹെൻറി എത്തിച്ചേരുകയാണ്. ജനറ്റിക്സിലൊക്കെ വലിയ രീതിയിൽ അറിവുള്ള വ്യക്തി കൂടിയാണ് ആ ഡോക്ടർ. കെൻഡ്രിക്കിനടുത്തെത്തി ഹെൻറി തന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഫ്യൂച്ചറിലുള്ള തന്നെ ഹെൽപ്പ് ചെയ്തത് ആ ഡോക്ടർ ആയിരുന്നു എന്നും ഹെൻറി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ കെൻഡ്രിക് ആകട്ടെ ഹെൻറി അതൊക്കെ വെറുതെ തട്ടിവിടുന്നതാണെന്നും അതൊരു പ്രാങ്കാണ് എന്നുമൊക്കെയായിരുന്നു ചിന്തിച്ചത്. ദേഷ്യത്തോടെ ഹെൻറിയെ കെൻഡ്രിക് അവിടെ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്തു. വൈകാതെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുകയായിരുന്ന ക്ലെയറിന് പെട്ടെന്നൊരു വയറുവേദന വന്നു. ആശുപത്രിയിൽ ക്ലെയർ അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോഴേക്കും ഗർഭഛിദ്രം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഏറെ ദുഃഖത്തോടെയായിരുന്നു ഹെൻറി അത് കേട്ടത്. അതോടെ തന്റെ ജീനുകളിലുള്ള പ്രശ്നം കാരണമാണോ ഈ ടൈം ട്രാവൽ സംഭവിക്കുന്നത്? കുട്ടിയും അതുപോലെ ടൈം ട്രാവൽ ചെയ്ത് ഗർഭഛിദ്രം സംഭവിക്കുന്നതാണോ എന്നൊക്കെ ഹെൻറി സംശയിച്ചു. വീണ്ടും ഡോക്ടർ കെൻഡ്രിക്കിനെ കാണുവാൻ ഹെൻറി ചെന്നു. വീണ്ടും ഡോക്ടറിനോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. താനതിന് പറ്റിയയാളാണെന്ന് തോന്നുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഡോക്ടറിന് അറിയാവുന്ന കുറച്ച് ടെസ്റ്റുകളെങ്കിലും ചെയ്തു നോക്കൂ എന്നായിരുന്നു ഹെൻറി ആവശ്യപ്പെട്ടത്. അങ്ങനെ ഹെൻറിയെ കുറച്ച് ടെസ്റ്റുകൾക്ക് വിധേയനാക്കാൻ ഡോക്ടർ ശ്രമിച്ചു. പക്ഷേ ഒരു സ്കാനിംഗ് ടെസ്റ്റ് നടത്തുന്നതിനിടയിൽ ഹെൻറി അവിടെ നിന്നും ടൈം ട്രാവൽ ചെയ്ത് മറയുകയാണ്. തന്റെ കൺമുമ്പിൽ ആ കാഴ്ച കണ്ടതോടെ ഡോക്ടർ അത് വിശ്വസിച്ചിരുന്നു. പിന്നീട് ആഴ്ചകൾ കടന്നുപോയി. ഡോക്ടർ കെൻഡ്രിക് ഹെൻറിയുടെ ടെസ്റ്റ് റിസൾട്ട് വെച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നീട് ഹെൻറിയും ക്ലെയറും ഡോക്ടർ കെൻഡ്രിക്കിനെ കാണാനെത്തി. അദ്ദേഹം നടക്കുന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞുകൊടുത്തു. ഹെൻറി അപ്രത്യക്ഷമാകുന്ന സമയത്ത് ഹെൻറിയുടെ തലച്ചോറിലും ശരീരത്തിലുമായി വലിയ തോതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി രൂപപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമല്ലെങ്കിലും കൂടുതൽ ടെസ്റ്റുകൾ എടുക്കണം. ക്ലെയർ അപ്പോഴേക്കും വീണ്ടും ഗർഭിണിയായിരുന്നു. ഹെൻറിയുടെ ജീനുകൾ കുട്ടിയിലേക്കും എത്തിപ്പെടാമെന്നും അതുകൊണ്ട് ഭ്രൂണത്തിലെ ഇത്തരം കാര്യങ്ങൾ സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കുവാൻ പ്രത്യേക മെഡിക്കേഷൻ ചെയ്യാമെന്നും ഡോക്ടർ ക്ലെയറിനെ അറിയിച്ചു. പക്ഷേ അന്ന് രാത്രിയിൽ ക്ലെയറിന് വീണ്ടും ഗർഭഛിദ്രം സംഭവിച്ചു. ഹെൻറി അത് കണ്ട് വല്ലാതെ ദുഃഖിതനായി പോയിരുന്നു. വീണ്ടും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നാൽ തന്റെ ഭാര്യയ്ക്കും തനിക്കും ബുദ്ധിമുട്ടാണ്, മാനസിക വിഷമമുണ്ടാക്കുന്നതാണ് എന്ന് ചിന്തിച്ച ഹെൻറി തന്റെ പ്രത്യുൽപാദന ശേഷി തന്നെ ഇല്ലാതാക്കാനുള്ള ശസ്ത്രക്രിയക്ക് വിധേയനായി. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തിയ ഹെൻറിക്ക് ക്ലെയറിനോട് അത് ചോദിക്കാതെ ചെയ്തതിൽ കുറ്റബോധം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ക്ലെയറിനോട് അവൻ ഏറ്റുപറഞ്ഞു. പക്ഷേ ക്ലെയറിന് അത് കേട്ടതും വലിയ ദേഷ്യം വരികയായിരുന്നു ചെയ്തത്. പക്ഷേ ഹെൻറി പറഞ്ഞു തന്നെപ്പോലെ തന്റെ കുട്ടിയും ഈ അവസ്ഥയിലൂടെ കടന്നുപോയി കഷ്ടപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊന്നും തനിക്ക് പ്രശ്നമേ അല്ല എന്നായിരുന്നു ക്ലെയർ പറഞ്ഞത്. ഹെൻറിയിൽ തനിക്കൊരു കുട്ടി വേണം എന്ന് ക്ലെയർ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. വൈകാതെ ഒരു ദിവസം രാത്രിയിൽ ക്ലെയറിനൊരു ഫോൺ കോൾ വരികയാണ്. വിളിച്ചത് ഹെൻറി ആയിരുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ആ വിളിച്ച ഹെൻറി പാസ്റ്റിൽ നിന്നുമുള്ള ഹെൻറിയാണ്. തണുത്തുറഞ്ഞ ആ കാലാവസ്ഥയിലേക്ക് ടൈം ട്രാവൽ ചെയ്തെത്തി എങ്ങോട്ട് പോവണമെന്നറിയാതെ നിന്നതുകൊണ്ടായിരുന്നു പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലെത്തിയ ആ ഹെൻറി ക്ലെയറിനെ കോണ്ടാക്ട് ചെയ്തത്. പക്ഷേ ആ സമയമാണ് ക്ലെയറിന് ആ ഐഡിയ തോന്നിയത്. പാസ്റ്റിലുള്ള ഹെൻറി പ്രത്യുൽപാദനം നിർത്തുവാനുള്ള ശസ്ത്രക്രിയക്ക് വിധേയനായിട്ടില്ല. അങ്ങനാണെങ്കിൽ ആ ഹെൻറിയുമായി സമയം ചെലവഴിച്ചാൽ അവൾക്ക് ഗർഭിണിയാവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ അവസരം മുതലെടുത്ത് ക്ലെയർ അത്തരത്തിൽ പ്രവർത്തിച്ചു. കുറച്ച് നാളുകൾ കടന്നുപോയി. ക്ലെയർ വല്ലാതെ വ്യത്യസ്തമായി പെരുമാറുന്നുണ്ടായിരുന്നു. എന്താ കാര്യമെന്ന് ഹെൻറി അന്വേഷിച്ചു. താൻ ഗർഭിണിയാണെന്നായിരുന്നു ക്ലെയർ പറഞ്ഞത്. അത് കേട്ടതും അക്ഷരാർത്ഥത്തിൽ ഹെൻറി ഞെട്ടുന്നുണ്ട്. പിന്നാലെ എങ്ങനെയാണ് താൻ ഗർഭിണിയായത് എന്ന കാര്യം ഹെൻറിയോട് അവൾ വിശദീകരിച്ചു. അതിനോടകം അക്കാര്യങ്ങൾ അറിയാവുന്ന ഹെൻറിക്ക് അതുകൊണ്ട് തന്നെ പിന്നീട് സംശയമൊന്നും തോന്നിയതുമില്ല. ഇത്തവണ കുട്ടിയെ രക്ഷപ്പെടുത്താൻ തനിക്ക് കഴിയാവുന്നതിന്റെ പരമാവധി താൻ നോക്കും എന്നും ക്ലെയർ ഹെൻറിയോട് പറയുന്നുണ്ടായിരുന്നു. ഇത്തവണ കൂടി കുട്ടിയെ നഷ്ടപ്പെട്ടാൽ ഇനി ഇതിന് ശ്രമിക്കില്ല എന്നും അവൾ വ്യക്തമാക്കി. ആഴ്ചകൾ കടന്നുപോയി. ക്ലെയറിന്റെ വയറ് വലുതായി വന്നു. ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ കുട്ടിയുടെ പേരെന്തായിരിക്കും എന്ന് ക്ലെയർ ഹെൻറിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും കുട്ടി ജനിക്കുന്നതിനെപ്പറ്റി ഭയമുണ്ടായിരുന്ന ഹെൻറി കുട്ടി ജനിക്കട്ടെ എന്നിട്ട് അതൊക്കെ
അതൊക്കെ നോക്കാം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഹെൻറിക്ക് ടൈം ട്രാവൽ സംഭവിച്ചു. അവൻ എത്തിപ്പെട്ടത് ഒരുപാട് ഫ്യൂച്ചറിലേക്കായിരുന്നു. തെരുവിലൂടെ അവൻ നടക്കുമ്പോൾ ആൽബ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി അവനെ അച്ഛ എന്ന് വിളിച്ചു. അവനെ വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഹെൻറി അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിയിരുന്നു. പെട്ടെന്ന് തന്നെ ആൽബ തന്റെ മകളാണെന്നും തനിക്കും ക്ലെയറിനും ആ സമയം കുട്ടി പിറക്കുന്നുണ്ട്, ഗർഭഛിദ്രം സംഭവിച്ചില്ല എന്നും അവൻ മനസ്സിലാക്കി. അച്ഛനെ കാണുവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെന്നും അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് അങ്ങോട്ടേക്ക് വന്നത് എന്നും ആൽബ പറഞ്ഞു. ഹെൻറിയെ പോലെ ആൽബയ്ക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അവൾക്കൊരു പ്രത്യേകതയുണ്ട്. അവൾക്ക് എങ്ങോട്ടേക്ക് ആഗ്രഹിക്കുന്നോ അങ്ങോട്ടേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. തന്നെപ്പറ്റി ഹെൻറി ചോദിച്ചപ്പോഴാണ് ആൽബ ആ കാര്യം പറയുന്നത്. ആൽബയ്ക്ക് 5 വയസ്സുള്ളപ്പോഴേ ഹെൻറി മരണപ്പെട്ടിരുന്നു. ഹെൻറിക്ക് അത് ദുഃഖമുണ്ടാക്കിയെങ്കിലും സമചിത്തതയോടെ അവനത് കൈകാര്യം ചെയ്തു. ആൽബയെ കെട്ടിപ്പിടിച്ച് നല്ല രീതിയിൽ യാത്ര പറഞ്ഞ് അവർ പിരിഞ്ഞു. തിരികെ പ്രസന്റിലേക്ക് എത്തിയ ഹെൻറി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്ത് ഇത്തവണ താൻ പോയത് ഫ്യൂച്ചറിലേക്കാണെന്നും ഞാൻ നമ്മുടെ മകളെ കണ്ടെന്നും അവളുടെ പേര് ആൽബയെന്നാണെന്നും ക്ലെയറിനെ അറിയിച്ചു. ക്ലെയറിനും അതിൽ സന്തോഷം തോന്നിയിരുന്നു. അധികം വൈകാതെ അവർക്ക് ആൽബ പിറന്നു. അവരുടെ കൺമുമ്പിൽ ആൽബ വളർന്നു വരാനും തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആൽബയുടെ 5ാമത്തെ ബർത്ത്ഡേ എത്താറായി. ഹെൻറി വല്ലാതെ ഭയന്ന് കാണപ്പെട്ടിരുന്നു. തന്റെ മരണത്തെപ്പറ്റി ആലോചിക്കാതിരിക്കുവാൻ ഹെൻറിക്ക് സാധിച്ചില്ല. ആൽബയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്തിരിക്കെ പുറത്ത് കുട്ടിയായ ആൽബ കുറച്ചുകൂടി മുതിർന്ന ഒരു കുട്ടിക്കൊപ്പം നടന്നു വരുന്നത് ക്ലെയറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാരാണെന്ന് ഹെൻറിയോട് അവൾ ചോദിച്ചു. ഫ്യൂച്ചറിൽ നിന്ന് വന്ന ആൽബ തന്നെയാണത് എന്നായിരുന്നു ഹെൻറി പറഞ്ഞത്. മകൾക്കും അങ്ങനെ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും എന്നത് ക്ലെയറിന് അല്പം അതിശയമുണ്ടാക്കുന്ന സംഗതിയായിരുന്നു. പക്ഷേ ക്ലെയറിന് അതിൽ ഭയമൊന്നും തോന്നിയതുമില്ല. അന്ന് ഫ്യൂച്ചറിൽ നിന്ന് വന്ന ആൽബ പറഞ്ഞത് കേട്ട് നിലവിലെ ആൽബയ്ക്ക് ചെറിയ ദുഃഖം പോലെ തോന്നിയിരുന്നു. ക്ലെയർ വിളിച്ച കാര്യം ചോദിച്ചു. ആൽബ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ ക്ലെയർ പറഞ്ഞു, മോൾക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അമ്മയോട് പറയാട്ടോ. മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അമ്മ കൂടെ ഉണ്ടാകും. പാർട്ടിക്കിടയിൽ ആൽബയും ഹെൻറിയും തനിച്ച് സംസാരിക്കുന്നതും എന്തോ കാര്യമായി പറയുന്നതുമൊക്കെ അല്പം ദൂരെ നിന്ന് ക്ലെയർ നോക്കിക്കണ്ടിരുന്നു. എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ എന്നവൾക്ക് തോന്നി. സംഭവം എന്തെന്നാൽ ഫ്യൂച്ചറിൽ നിന്ന് വന്ന ആൽബ യങ്ങർ ആൽബയോട് അച്ഛന്റെ മരണത്തെപ്പറ്റിയുള്ള കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരുന്നു അവൾ അസ്വസ്ഥയായി കാണപ്പെട്ടത്. ഹെൻറി അപ്പോൾ അവളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ക്ലെയറിനോട് അതിനെപ്പറ്റി പറയുകയും ചെയ്യരുത് എന്ന് ഹെൻറി പ്രത്യേകം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഹെൻറിയെ കണ്ടപ്പോൾ ക്ലെയർ ഹെൻറിയോട് എന്താ കാര്യമെന്ന് തിരക്കി. ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഹെൻറി ഒഴിഞ്ഞു മാറി. പക്ഷേ ക്ലെയറിന് അതിൽ വിശ്വാസം തോന്നിയില്ല. പാർട്ടിയൊക്കെ കഴിഞ്ഞപ്പോ ക്ലെയർ മകൾ ആൽബയുടെ അടുത്തു ചെന്നു. അവളോട് കാര്യം തിരക്കി. ആൽബ എപ്പോഴും ദുഃഖിതയായിട്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ആൽബ തന്നെ അമ്മയോട് താൻ അറിഞ്ഞ കാര്യം പറഞ്ഞു. അച്ഛൻ ഹെൻറി മരണപ്പെടുന്ന കാര്യം. അത് കേട്ട് ക്ലെയർ അല്പം പാനിക്കായിരുന്നു. ഹെൻറിക്ക് അടുത്തേക്ക് ചെന്ന അവൾ ഹെൻറിക്കടുത്ത് നിങ്ങളെങ്ങനെയാ മരിക്കുകയെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. തനിക്കറിയില്ലെന്നും താനാകെ ഭയന്നിരിക്കുകയാണ് എന്നുമായിരുന്നു ഹെൻറി പറഞ്ഞത്. ക്ലെയർ ഹെൻറിയെ ആശ്വസിപ്പിച്ചു. അധികം വൈകാതെ ഹെൻറി ടൈം ട്രാവൽ ചെയ്യപ്പെട്ട് അപ്രത്യക്ഷമായി. തിരികെ എത്തിയപ്പോൾ ഹെൻറിയുടെ ശരീരത്തിൽ ഒരു ബുള്ളറ്റ് തുളച്ചു കയറിയിരുന്നു. തണുപ്പുകൊണ്ട് വല്ലാതെ വിറയ്ക്കുകയും മറ്റും ചെയ്യുന്നുമുണ്ടായിരുന്നു. ഉടനടി ക്ലെയർ ഹെൻറിയെ ആശുപത്രിയിൽ എത്തിച്ചു. ഹെൻറിയെ ആരോ 2 പേർ ചേസ് ചെയ്തെന്നും വെടിയുതിർത്തെന്നും അവൻ പറഞ്ഞു എന്നും ഡോക്ടർ കെൻഡ്രിക്കിനോട് അവൾ പറഞ്ഞു. എല്ലാം സുഖപ്പെടും എന്നായിരുന്നു കെൻഡ്രിക്ക് പറഞ്ഞത്. പറഞ്ഞ പോലെ ഹെൻറി സുഖപ്പെട്ടു വന്നു. പക്ഷേ കാലിനൊരുപാട് പരിക്കേറ്റതുകൊണ്ട് അവൻ വീൽ ചെയറിലായി പോയിരുന്നു. ക്ലെയർ വല്ലാതെ ഭയന്നു. കാരണം ആ ഒരു അവസ്ഥയിൽ ഹെൻറിക്ക് ടൈം ട്രാവൽ സംഭവിച്ചാൽ അവന് വസ്ത്രം കണ്ടെത്താനോ മുമ്പോട്ട് സഞ്ചരിക്കാനോ പോലും സാധിക്കില്ലല്ലോ. ഹെൻറിയെ വീൽ ചെയറിൽ കണ്ട് മകൾ ആൽബയും ദുഃഖിച്ചിരുന്നു. ഹെൻറി അന്ന് ആൽബയോട് സംസാരിച്ചു. മകൾ ടൈം ട്രാവൽ ചെയ്യുമ്പോ എങ്ങനെയാണ് നിനക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഹെൻറി ചോദിച്ചു. താൻ പാട്ടുപാടിയെ അത് കൺട്രോൾ ചെയ്യുന്നത് എന്നായിരുന്നു മകൾ മറുപടി പറഞ്ഞത്. അവരൊന്നിച്ച് പാട്ടുപാടാൻ ആരംഭിച്ചു. പക്ഷേ ഹെൻറിയപ്പോ ടൈം ട്രാവൽ സംഭവിച്ച് മറ്റെങ്ങോട്ടേക്കോ പോയി. ഹെൻറി എത്തിച്ചേർന്നത് ക്രിസ്മസ് ദിവസത്തിലേക്കായിരുന്നു. അന്ന് വെടിയേറ്റ് വീണ് താൻ മരിക്കുന്ന കാഴ്ച ഹെൻറി നേരിട്ട് കണ്ടു. ടൈം ട്രാവൽ കഴിഞ്ഞ് തിരികെ എത്തിയിട്ടും ഹെൻറി നോർമലായിട്ടായിരുന്നു ബിഹേവ് ചെയ്തത്. അങ്ങനെ ക്രിസ്മസ് ഈവിന്റെ ദിവസമെത്തി. ഹെൻറി ഗോമസിനെ വിളിച്ചു വരുത്തിയിരുന്നു. ഗോമസിനോട് അതുവരെ തനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെയും ഹെൻറി നന്ദി പറഞ്ഞു. എന്താണ് ഹെൻറി അങ്ങനൊക്കെ പറയുന്നത് എന്ന് ഗോമസിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഹെൻറി വിശദീകരിച്ചു. ഇന്ന് രാത്രിയിൽ ചിലത് സംഭവിക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അതറിയണമെന്ന് എനിക്ക് തോന്നി. എല്ലാം അറിഞ്ഞ ഗോമസ് വല്ലാതെ ഷോക്കായിരുന്നു. ഹെൻറി അവൻ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും ക്ലെയർ അങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്നു. ഗോമസിന്റെ മുഖം കണ്ടി അവൾ എന്തോ പ്രശ്നമുണ്ട് എന്ന കാര്യം ഊഹിച്ചെടുത്തു. ആരുമൊന്നും പറഞ്ഞില്ലെങ്കിലും വൈകാതെ ഹെൻറി മരണപ്പെടുമെന്ന കാര്യം ക്ലെയർ ഊഹിച്ചെടുത്തിരുന്നു. എന്തിനാണ് നിങ്ങൾ പിന്നെ ഇത്രയും ഗസ്റ്റിനെ വിളിച്ചത് എന്ന് അവൾ ചോദിച്ചു. എല്ലാം സംഭവിക്കുമ്പോ നീ ഒരുപാട് ഒറ്റപ്പെട്ടു പോവരുത്, അതുകൊണ്ടാണ് എന്ന് ഹെൻറി മറുപടി പറഞ്ഞു.
പെട്ടെന്ന് ഹെൻറി അപ്രത്യക്ഷനായി. ടൈം ട്രാവൽ സംഭവിച്ചു. ഹെൻറി എത്തിച്ചേർന്നത് ക്ലെയറിന്റെ ഫാമിലി വീടിനോട് ചേർന്നുള്ള കാടിന്റെ ഉള്ളിലായിരുന്നു. തന്റെ അടുത്തൂടെ ഓടിപ്പോകുന്ന ഒരു മാനിനെ അവൻ കണ്ടു. ഇതേ സമയം ഫിലിപ്പും ഒരു കൂട്ടുകാരനും അവിടെ വേട്ടയ്ക്കായി ഇറങ്ങിയിരുന്നു. ദൂരെ നിന്നും അവർ മാനിനെ വെടിവെക്കാൻ നോക്കുകയായിരുന്നു. പക്ഷെ ആ ബുള്ളറ്റ് വന്ന് കയറിയതാകട്ടെ ടൈം ട്രാവൽ ചെയ്ത് പ്രത്യക്ഷപ്പെട്ട് ഹെൻറിയുടെ ദേഹത്തേക്കും. ഫിലിപ്പും കൂട്ടുകാരനും വന്ന് ആർക്കാണ് വെടിയേറ്റതെന്ന് നോക്കിയെങ്കിലും അവിടെയെങ്ങും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. സംഭവം എന്തെന്നാൽ ഹെൻറി വീണ്ടും തിരികെ പ്രസന്റിലേക്ക് പോന്നിരുന്നു. വെടിയേറ്റ് വീടിനുള്ളിലേക്ക് എത്തിയിരുന്ന ഹെൻറി ക്ലെയറിന്റെ മടിയിൽ കിടന്ന് മരണപ്പെടുകയാണ്. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. ആൽബ വളർന്നിരുന്നു. ഒരിക്കൽ കൂട്ടുകാരോടൊത്ത് ആൽബ വീടിനടുത്തുള്ള പുൽമൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഹെൻറി അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഹെൻറിയെ കണ്ട് ആൽബ ഒരുപാട് സന്തോഷിച്ചിരുന്നു. ഹെൻറി തിരിച്ചുവരും എന്ന പ്രതീക്ഷയിൽ ക്ലെയർ എപ്പോഴും അവിടെ വീടിന് പിന്നിലുള്ളയിടത്ത് ഉടുപ്പുകൾ ഹെൻറിക്കായി വെക്കുമായിരുന്നു എന്നും ആൽബയിൽ നിന്ന് ഹെൻറി മനസ്സിലാക്കി. ഹെൻറി വന്നതറിഞ്ഞ് ക്ലെയറും അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഏറെ സന്തോഷത്തോടെ തന്റെ പ്രിയപ്പെട്ടവനെ കെട്ടിപ്പിടിച്ചു. ഒരുപക്ഷെ ഇനിയും 40 വയസ്സിനുള്ളിലെ കാലയളവിൽ എപ്പോഴെങ്കിലുമൊക്കെ ടൈം ട്രാവൽ ചെയ്ത് താൻ ഇതേയിടത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും പക്ഷേ എനിക്ക് വേണ്ടി കാത്തിരുന്ന് നീ നിന്റെ ജീവിതം കളയരുത് എന്നും ഹെൻറി ക്ലെയറിനോട് പറഞ്ഞു. എനിക്കധികം സമയമില്ലെന്നും ഞാൻ പോവുമെന്നും ഹെൻറി അവരെ അറിയിച്ചു. ആൽബയ്ക്കും ക്ലെയറിനുമായി ഒരു പരിപൂർണ അവസാനം നൽകിക്കൊണ്ട് ഹെൻറി അവിടെ നിന്നും അറിയുകയാണ്. ആ ദൃശ്യത്തോടെ വ്യത്യസ്തമായ ഈ ടൈം ട്രാവൽ ചലച്ചിത്രവും അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.